ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JM ട്രിപ്പിലെറ്റ്സ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് അടിച്ചാതെ കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് 15 ചക്കപ്പഴത്തിൻ്റെ ചുളയിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. ഇത് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഈ രീതിയിലൊന്നും കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാനിലേക്ക് ഇനി ഒരു ചക്കപ്പഴത്തിൻ്റെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം കേട്ടോ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. ചെറിയൊരു യെല്ലോ കളറൊക്കെ ആയിക്കാണ്ട് വരും. നമ്മളിത് കളറ് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിന് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചക്കപ്പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ച് പഞ്ചസാര എടുത്തത് കേട്ടോ. ഇനി നല്ലോണം ആ പഞ്ചസാരയൊക്കെ ഒന്ന് ലയിക്കുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കുറച്ച് തിക്കായിക്കാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. നിങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽമ നെയ്യാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ആ നെയ്യും കൂടി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ. ചോളത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്തതിന് ശേഷം മിക്സാക്കി കൊടുത്തതാണ് കേട്ടോ. ഞാൻ അത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട പിടിക്കൂട്ടത്. കുറച്ചീച്ച് വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ഇതുപോലെ നല്ലോണം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാനിൽ നിന്ന് വിട്ടു പോരുന്ന ആ ഒരു സമയമാവുന്ന വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ പാനിൽ നിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ കാഷ്നട്ട് കിസ്മിസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നെയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വിടാതെ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു പാത്രത്തിലാണ് ഞാൻ ഇതൊന്ന് സെറ്റ് ആവാൻ വെക്കുന്നത്. അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തുകാണ്ട് അതിൻ്റെ മുകളിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ അത് മുഴുവനായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറുന്നത് ഞാൻ ഒരു 3 മണിക്കൂർ നേരം റൂം ടെമ്പറേച്ചറിലാട്ടോ വെച്ചിട്ടുള്ളത്. അല്ലാതെ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, റൂം ടെമ്പറേച്ചറിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സ്പാച്ചുലേൻ്റെ മുകൾ ഭാഗത്തൊന്ന് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അത് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും. 3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത് വെച്ചതാണ്. നല്ലോണം ഒന്ന് ചൂടൊക്കെ നാറിയതിന് ശേഷം ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിതുപോലെ ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെ കയ്യിൽ ഡെസ്കോക്കനറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.